ഹരിയും അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഹരിനാമകീർത്തന വിതുര ചെയ്വതിന്നു ഗുരുവരുളാലെ ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവു മുര ചെയ്വതിനരുക നാരായണായ നമ. എന്താണ് അവിടെ പറയുന്നത്? ഈ ഹരിനാമകീർത്തനം അഥവാ ഈ ഭഗവത് നാമകീർത്തനം ഉര ചെയ്വതിന്, രചിക്കുന്നതിന് അഥവാ തുടർന്ന് ഉച്ചരിക്കുന്നതിന് ഗുരുവരുളാളെ എന്ന് പറഞ്ഞാൽ ഗുരുകാരുണ്യത്തിലൂടെ ദേവകളും ഭൂസുരരും ദേവന്മാരും ബ്രാഹ്മണരും അരുൾ ചെയ്യുക, കാരുണ്യം വർഷിക്കുക. ഭുവി ഭൂമിയിൽ നരനായി ജനിച്ച്, അതായത് മനുഷ്യജന്മം ലഭിച്ചിട്ട് മരണം ഭവിപ്പളവും മരിക്കുന്നതു വരെ ഉര ചെയ്വതിനരുളുക, ഭഗവത് നാമം ഉച്ചരിച്ചു കഴിഞ്ഞുകൂടാൻ കരുണ കാണിക്കുക. അതായത് നമ്മൾ ഈ ഭഗവത് നാമത്തെ അറിഞ്ഞു, ഈ ഭഗവത് നാമം മരണം വരെ ജപിക്കാൻ, എന്നും ജപിക്കാൻ ഗുരുവിൻ്റെയും ഈശ്വരൻ്റെയും ഒക്കെ കാരുണ്യം ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. നാരായണായ നമഃ. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഹരിനാമകീർത്തനം, ഈ ശ്രേഷ്ഠമായ ഹരിനാമകീർത്തനം ജപിക്കുന്നതിന്, എന്നും ജപിക്കണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ എന്നും ജപിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? എൻ്റെ ഗുരുക്കന്മാരും ബ്രാഹ്മണരും അതുപോലെ തന്നെ ഈശ്വരനും എനിക്ക് എന്ത് ചെയ്യണം? എന്നെ അനുഗ്രഹിക്കണം. അതിനായി ഞാൻ നാരായണനോട് പ്രാർത്ഥിക്കുന്നു. നാരായണ, അങ്ങേക്ക് നമസ്കാരം.